അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വാഗമണിലേക്ക് പോവാണ്. എവിടെ പോവാ? വാഗമൺ. വാഗമൺ ടൗണിൽ നിന്ന് കുറച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ലേക്കിലേക്കൊക്കെ പോണ വഴിക്ക് വരുവാണെങ്കിൽ ഒരു കട നിങ്ങൾക്ക് കാണാൻ പറ്റും. സബാൻ്റെ തട്ടുകട. അതായത് ഉള്ളിലും പുറത്തായിട്ട് നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവർക്കുണ്ട്. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഇതിങ്ങനെ ഓപ്പൺ ഏരിയയിൽ ഡൈനിങ് സ്പേസിലിരുന്ന് കഴിക്കാം. ഇവിടെയാണ് അവർ പുറത്തായിട്ട് തന്നെയാണ് ഇവർ ചപ്പാത്തി പൊറോട്ട ഇതൊക്കെ ഇവിടെ നിന്ന് ലൈവായിട്ടാണ് അവർ മേക്ക് ചെയ്യുന്നത്. രാത്രി 12 മണി വരെ ഷോപ്പ് അവൈലബിൾ ആണ്. ദോശയും തട്ടുദോശയും അതുപോലെ ദോശ വെറൈറ്റീസും പൊറോട്ടയൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് പോകുന്നത്. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഫ്രൈഡ് റൈസ് സെക്ഷൻ കൂടെ ഉണ്ട്. എല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന കാര്യം കൊണ്ട് തന്നെ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ സബാൻ ചേട്ടൻ്റെ തട്ടുകടയിലേക്ക് വന്നു. വാഗമണിലുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുഡ് തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ? മുയലുണ്ട്, ആ നാടൻ കോഴിയുണ്ട്, താറാവുണ്ട്. നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെ. ഓക്കെ നൂഡിൽസ്. ഓക്കെ, ഇടിയിറച്ചി കഴിഞ്ഞു. ഇടിയിറച്ചി ഉണ്ട്. വേറെ എന്തുള്ള കറികൾ? ചിക്കൻ കറി. ആ ഓക്കെ. അപ്പോൾ ഇടിയിറച്ചി ഒരു 2 എണ്ണം, പിന്നെ ചപ്പാത്തി ഒരു 3 എണ്ണം. ദോശ ഉണ്ടല്ലേ? തട്ടുദോശ. താറാവ് കറി ഉണ്ടോ? തീർന്നൊന്നും ഉണ്ടെന്നോ? ഉണ്ട്. താറാവ് റോസ്റ്റ് ആണോ കറി? എന്നാ താറാവ് റോസ്റ്റ് ഒന്ന്, ഒരു 3 ദോശ. ബാഞ്ചാട്ടിൻ്റെ തട്ടുകട കേട്ടോ. നിങ്ങൾ വാഗമൺ വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട ഒരു സ്പോട്ടിലൊന്നാണ് സബാൻ ചേട്ടൻ്റെ തട്ടുകട. ആര് വന്നാലും പുള്ളി നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യും കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. കാറ്റ് കൊണ്ട് നല്ല ചൂടുള്ള ഫുഡ് കഴിക്കുക. പുറത്തിരിക്കും ഡൈനിങ്സിലിരിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാണ് മൂപ്പര്. അതെ, നമുക്ക് സ്പെഷ്യലായിട്ട് ഫാമിലിയായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഡൈനിങ്സ് സെറ്റ് ചെയ്ത് തന്ന് കൂടെ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച്, അങ്ങനെയാണ് മൂപ്പരെ രീതികൾ ഇവിടുത്തെ. ഓർഡർ ചെയ്തത് ഇവരെ സ്പെഷ്യൽ ഇടിയിറച്ചി, ഫ്രൈഡ് റൈസ്, 55 ദോശ അല്ലേ. അതുപോലെ ഇതേ നല്ല ഇടിയിറച്ചി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുക ദോശേൻ്റെ മുകളിൽ. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇങ്ങനെ എടുത്തിട്ട് നല്ല പൂ പോലുള്ള ഇടിയിറച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ദേ ഇത് കുറച്ചിങ്ങനെ വെക്കുക. എന്നിട്ടൊരു ബൈറ്റ് എടുക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ. ദേ താറാവ് കറി കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ്, നല്ല തണുത്ത ക്ലൈമറ്റ്, ചൂടുള്ള താറാവ് കറിയും ലൈറ്റ് കാണരുത്. ഓക്കെ, റെഡി. അതുപോലെ ദേ നല്ല ഇടിയിറച്ചി. വാ, നല്ല ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി കഴിച്ചിട്ടുണ്ടോ? നീ കഴിച്ചിട്ടുണ്ടോ? ഓ, നിങ്ങളെ സ്പെഷ്യൽ സാധനങ്ങളല്ലേ ഇതൊക്കെ? ആ, ഇവിടുന്ന് കഴിച്ചോ? ഓ ആ, അങ്ങനെ. ഓക്കെ ഓക്കെ. ആ, മൊയിലിറച്ചി അല്ലേ? ഇല്ല, മൊയിലിറച്ചി ഓൾറെഡി വന്നു. ഇത് താറാവാണോ? ഓക്കെ. ആഹാ, അപ്പോൾ മൊയിൽ വന്നു. നല്ല ചൂടുള്ള ഈ ഒരു തണുത്ത ക്ലൈമറ്റിന് നമ്മൾ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ്. അതും തനി നാടൻ ഫുഡ്. ഇതെന്താ ബ്രോ? തേങ്ങ ചമ്മന്തി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല, പോകത്തില്ല. അപ്പോൾ ഫോട്ടോ വെച്ചിൽ ഇടിയിറച്ചി കിട്ടിയോ? ആ ഹാ ഹാ ഹാ. ആണോ? ഓക്കെ, അന്ന് കഴിച്ചാലേ. ഇന്ന് ഞാനിതേ അപ്പവും മൊയിലിറച്ചി എടുക്കാം ഞാൻ. കാരണം മൊയിലിറച്ചി കൂട്ടിയിട്ട് കുറേ ആയി. നമ്മൾ അത്യാവശ്യം കഴിക്കുന്നത് ഈ മന്തി അതുപോലെ ബീഫ് റിബ് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഡെയിലിയും അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പൂ പോലുള്ള തട്ടുദോശയും മൊയിലിറച്ചിയും കഴിച്ചു നോക്കാം. ഓക്കെ, ഇത് കഴിക്കുന്നില്ലേ? ഓക്കെ. ആ, അടിപൊളി കേട്ടോ. ആ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം മീറ്റിൻ്റെ. ആഹാ, കഴിച്ചോക്കോ. ഇതാണോ? ആ, അതാണ്
കൊള്ളാം കേട്ടോ അവൻ ചേട്ടാ. എപ്പോഴും ഒരേ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഞാനൊരു 3 വർഷമായി ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം കിട്ടില്ല. ഇടിയിറച്ചി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. 10 വർഷമായിട്ട് ഞങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. ആണല്ലേ? ഫാമിലി ആയിട്ടല്ല നടത്തിക്കൊണ്ടുപോകണേ? പിള്ളേരും അതായത് ഈ ക്ലൈമറ്റിനാട്ടോ ഈ ഫുഡ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നല്ല തണുപ്പുള്ള സമയത്ത് ഇതേ നല്ല ചൂടോടുള്ള ഫ്രൈഡ് റൈസ്, അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഇങ്ങനെ സോസ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് ഒരു ബൈറ്റ് എടുക്കണം. യാ മോനെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഇനി നിങ്ങൾ വാഗമണ്ണ് വരുവാണെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബാൻ്റെ തട്ടുകട അല്ലാതെ വേറെ ഒന്നുമില്ല. വാഗമണ്ണിൽ ഇത്രയും ഐറ്റംസ് നമ്മൾ കഴിച്ചു, അടിപൊളിയാണ് കേട്ടോ. ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അല്ലേ, നൈസാണ്. ഇനി നമ്മളെ സബാൻ ചേട്ടൻ്റെ തട്ടുകടയുടെ മെനു കാർഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം, നമ്പറും അതിലുണ്ട്. അപ്പോൾ രാത്രി 12 മണി വരെ ഷോപ്പ് അവൈലബിൾ ആണ്. വന്നോളൂ, എക്സ്പീരിയൻസ് ചെയ്തോ, നല്ല ഫുഡ് കഴിക്കാം, നന്നായി കഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ട്രിപ്പൊക്കെ വരുന്ന സമയത്ത് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ട്രിപ്പ് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വേസ്റ്റ് ട്രിപ്പായിരിക്കും. അപ്പോൾ നമ്മളെ ഫുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. സോ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തോ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ഫ്രം ജെഗൂസ്.